ചേച്ചിയുടെ കാര്യത്തില് നമ്മള് തീരുമാനം ഇവിടുന്ന് തന്നെ കറക്റ്റ് ആയിട്ട് സകല ഏണിയും കൊണ്ടുവരുകയും ചെയ്യും. അതാണ്. ജീവിതമല്ല ഇത് കഥയാന്നേ. എന്താ ഇപ്പൊ മനസ്സിലാക്ക്. കഥയാണോ? ആ കഥയല്ല. ഓ ഈ ചേച്ചിക്ക് ചെറിയൊരു വിഷമമുണ്ട്. അയ്യോടാ, ഒരു പ്രശ്നത്തിൽ കിടക്കാണ്. അപ്പം നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സഹായിച്ച് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കണം. എന്താ ചേച്ചി പ്രശ്നം? ചേച്ചിയുടെ ഭർത്താവാണ് ചേച്ചിയുടെ പ്രശ്നം. അയ്യോ, ഉപദ്രവിക്കോ? ഇല്ല, ഞാൻ മദ്യപിക്കോ? എന്നെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞാനൊരു കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്. ആയിക്കോട്ടെ. എനിക്കൊരു ഭർത്താവുണ്ട്. ആ. അപ്പം എന്റെ ഭർത്താവെന്ന് വെച്ചാ എന്താന്നറിയാമോ, ഫസ്റ്റ് നൈറ്റ് ഉണ്ടല്ലോ, ആദ്യ രാത്രിയിലാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. സാധാരണ എന്റെ ഭർത്താവിന് ഓവർ സ്പീഡാണ്. പിന്നെ പെട്ടെന്ന് അങ്ങ് സ്ലോ ആവുകയും ചെയ്യും. അല്ല, അതൊക്കെ ഇപ്പൊ നമ്മൾ എന്ത് സോൾവ് ചെയ്യാനാണ്? അതൊക്കെ ആശുപത്രിയിലും പോയി ഡോക്ടറല്ലേ ഞങ്ങൾക്ക് ഒന്ന് ചേച്ചി ഞാൻ ചേച്ചി എന്താ ഉദ്ദേശിച്ചത്? ഇല്ല, ഞാൻ അത് വേറെ വെക്കോ. സോറി. അല്ല, എനിക്ക് കാര്യം പിടി കിട്ടിയില്ലായിരുന്നു. ക്ഷമിക്കണം എന്നോട്. ആദ്യം ചോദിക്കണം എന്തോ വിഷമം. എന്റെ ഭർത്താവ് സംസാരിക്കുമ്പോ ഓവർ സ്പീഡാണ്. അങ്ങനെ അത് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? അല്ലല്ല, രാത്രിയായിട്ട് കണക്ട് ചെയ്ത് പോയി ഞങ്ങൾ അറിയാതെ. അല്ല, അതെന്താ അങ്ങനെ? അയ്യോ, എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. അല്ല, ഞാൻ ആദ്യം സംസാരം എന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്റെ നാവിന്റെ ദോഷം. അതല്ലേ ഞങ്ങൾ ആ പാടം സ്റ്റക്കായി പോയി. ഞാനത് പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞില്ല. എന്റെ ഭർത്താവ് സംസാരിക്കുമ്പോ ഓവർ സ്പീഡായിട്ട് പോവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് അങ്ങ് സ്ലോ ആയി പോവും. പിന്നെ ഈ നമ്മളെ അവാർഡ് സിനിമ ഒക്കെ കാണത്തില്ലേ, അതേ ഫീലാണ് പിന്നെ വീട്ടില്. എന്നിട്ട് ഡോക്ടേഴ്സിനെ എന്തെങ്കിലും കാണിക്കായിരുന്നില്ലേ? ഇനി കാണിക്കാൻ ഒരു ഡോക്ടറില്ല, ഒരു വൈദ്യനില്ല, എല്ലാരെയും ഞാൻ കൊണ്ട് കാണിച്ചു. ഇത് കാരണം ഞാനങ്ങ് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാനങ്ങ് പോകും. സാരമില്ല, മനുഷ്യന് നമുക്ക് ഓരോരുത്തർക്ക് കിട്ടുന്ന ഒരു ലൈഫ് പാർട്ട്ണർ അല്ലേ. അപ്പൊ ചെറിയ ചെറിയ കുറവുകളൊക്കെ നമ്മളങ്ങ് സഹിക്കണം. അഡ്ജസ്റ്റ് ചെയ്യാല്ലേ? കുറവാണെങ്കിൽ ഞാനങ്ങ് സഹിച്ചേനെ. ഇത് ഇച്ചിരി കൂടിയതുമാണ്, പെട്ടെന്ന് അങ്ങ് കുറയുകയും ചെയ്യും. ഇതൊരു വല്ലാത്ത കുറവായി. ചേട്ടന് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. അപ്പം എന്നെ കാണാതെ ഒരു 3 മിനിറ്റ് വരെ അവിടെ നിക്കത്തുള്ളു. ഇപ്പൊ തന്നെ 2.5 മിനിറ്റ് കഴിഞ്ഞല്ലേ നമ്മളിങ്ങ് എത്തിയിട്ട്. ഏറെക്കുറെ. അപ്പൊ എല്ലാം പിടികിട്ടിയ ഒന്നുകൂടെ പറയോ? നിന്നെ ആ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ഞാനൊരു ഓട്ടോ വിളിക്കാൻ പോയപ്പോ നീ ഇത് എവിടെ അടി പോയേന്ന്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്തിനാ നാട്ടുകാരെ മുഴുവൻ ഇത് അറിയിക്കാൻ നടക്കുന്നേന്ന്? അയ്യോ, അന്ന് ഞാൻ പറയത്തില്ല, പച്ചത്തെറി എന്നെ വിളിച്ചത്. എന്ത് ചേട്ടാ? എന്നെ ഇനി ഇങ്ങനെ നടന്ന് തെറി വിളിച്ചാലുണ്ടല്ലോ, ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യും കേട്ടോ. ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. വസന്തേ, അതിന് ഞാൻ എന്തോന്ന് പറഞ്ഞു? ഞാൻ ഇവിടെ ചുമ്മാ നിന്നല്ലേ, നിന്നെ കാണാത്തോണ്ട് തേടി വന്നേണ് ഞാൻ. കണ്ട ആ സ്പീഡിൽ പറഞ്ഞ ആളാണോ ഇപ്പൊ ഈ വർത്താനം പറയുന്നത്? ഇതിനിടയ്ക്ക് ഒരു മീറ്റർ ഇല്ലല്ലേ? ഇതിനിടയ്ക്ക് പുള്ളിക്ക് ഒരു മീറ്റർ ഇല്ല. നമുക്കെല്ലാവർക്കും ഒരു മീറ്റർ ഉണ്ടല്ലോ സംസാരിക്കുന്നേ. അത് പുള്ളിക്കില്ല. ഒന്നിൽ അങ്ങേയറ്റം അല്ല ഇങ്ങേയറ്റം. ഒന്നിൽ അങ്ങേയറ്റം അല്ല ഇങ്ങേറ്റം. ചേച്ചി വേറെന്തെങ്കിലും ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയ സ്പീഡിൽ ഇങ്ങനെ പറയാതെ തിരിച്ചൊന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10-20 വർഷമായി. അത്രയും നാള് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുവോ ഈ പുള്ളിയെ. ദൈവമേ, ഈ ചേട്ടന്റെ പേരെന്തുവാ? പേര് മനോഹരൻ. ആഹാ, നല്ല പേര്. നല്ല പേരൊക്കെയാ, പക്ഷെ എന്താ സ്വഭാവം ഇങ്ങനെ ആയി പോയില്ലേ? അല്ല, ചേട്ടൻ എന്താ പ്രശ്നം? ഇതിങ്ങനെ പറയാനുള്ള ഒരു ഇത് എന്തെങ്ങനെ പെട്ടെന്ന് പറയുന്നേ? ചേട്ടന്റെ കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഈ സ്പീഡിലുള്ള സംസാരമാണ് നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. അയലത്തുകാർ മുഴുവൻ വന്ന് എന്നെ അങ്ങ് തെറിവിടിയാ. ഇങ്ങനെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത്, ഇങ്ങനെ എന്നെ ചീത്ത വിളിക്കുവാന്നാ അവരുടെ വിചാരം. ഉള്ളി വീട്ടിലെ കാര്യങ്ങളാണ് ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അയലത്തുകാർ വിചാരിക്കുന്നത് എന്തുവാ, എന്നെ പിള്ളേരെ ഇങ്ങനെ എത്ര തവണയാന്നറിയോ പോലീസ് വീട്ടിൽ കയറി ഇറങ്ങുന്നത്. എല്ലാരും കംപ്ലൈന്റ് ചെയ്യോ ഇയാടെ ഈ സ്വഭാവം, അത് ഒച്ചത്തില്ല സംസാരിക്കുന്നേ. അത് മോശമല്ലേ? പെട്ടെന്ന് മനസ്സിനൊരു വിഷമം വന്നാ പുള്ളി എന്താ ചെയ്യുന്നതെന്നറിയോ? ഇപ്പൊ കേട്ടില്ലേ, ഇതുപോലെ അങ്ങ് സ്ലോ ആവും. എന്നെ വളർത്തിയ ഒരു അപ്പച്ചിയുണ്ട്. അപ്പച്ചിയുടെ ഭർത്താവ് കിണറ്റി വീണു. ഞാൻ കിടന്ന് കയ്യും കാലും ഇട്ട് അടിച്ച് വിളിച്ചു പോവാ. എന്റെ ഒക്കെ ഒച്ച ആര് കേക്കാണ്? ചെറിയ സൗണ്ട് അല്ലയോ, ആരും കേക്കാനില്ല. ഞാൻ ചേട്ടനോട് ചേട്ടാ ഒന്ന് വിളിച്ചു പോവേട്ടാന്ന് പറഞ്ഞപ്പോ പുള്ളി, അയ്യോ അപ്പച്ചിയപ്പം കിണറ്റി വീണേ, അയ്യോ കിണറ്റി വീണേ, ഇങ്ങനെ കടന്ന് കാണിക്കുക. ഓടിവായോ അങ്ങനത്തെ. അതുപോലെ അവസാന അപ്പച്ചപ്പനെ കിണറ്റിന്ന് പൊക്കിയെടുത്തപ്പോ വലിയൊരു വാട്ടർ ടാങ്ക്. കിണറ്റിലെ വെള്ളം മുഴുവൻ കുടിച്ച് വറ്റിച്ചില്ലേ.
എല്ലാം വയറ്റിനകത്തുണ്ടായിരുന്നേ. ഷോ കഷ്ടായില്ലോ അത്. ഇതാണ് അവസ്ഥ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇതിപ്പോ ഈ പരിപാടി ഒരുപാട് പേരൊക്കെ കാണുന്നതല്ലേ? ഞാനൊരു ഡൗട്ട് ചോദിച്ചേ, സംസാരിക്കുമ്പോ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പ്രശ്നം? ഉറങ്ങുമ്പോ ഒരു കുഴപ്പമില്ല. ഉറങ്ങുമ്പോ പ്രശ്നമില്ല, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴോ? ഈ സംസാരിക്കുമ്പോ അല്ലാതെ പിന്നെ ഈ സംസാരിക്കുന്നതിനല്ലേ വൈകല്യം ഉള്ളത്? അത് ഞാൻ പറയട്ടെ, ഉണ്ടല്ലോ. അതല്ലേ ചിലർക്കേ നമ്മളിങ്ങനെ വർത്താനം പറയുന്നവരായിരിക്കില്ല, വേറെ ചില കഴിവുകൾ വരുമ്പോഴേക്കും പാട്ട് പാടും. അപ്പൊ അത് അങ്ങനെ പാടാൻ പറ. ഒരു പാട്ട് ഒന്ന് പാടിയേക്കാം. ഒരു പാട്ട്. ഏതാ? പെരിയാറേ പെരിയാറേ ഒന്നുകൂടെ പാടിക്കേ. നിരയൂ. ഒന്നുകൂടെ പാടിക്കേ. കേട്ടാ, ഒന്നുകൂടെ പാടിക്കേ. രസമുണ്ട്. അല്ല പോട്ടെ പോട്ടെ. അല്ല ഞങ്ങളത് ഒരു കൗതുകമായിട്ട് പറഞ്ഞതാട്ടോ. അയ്യോ ഫീൽ ചെയ്യാൻ പറഞ്ഞതല്ല. വസന്തേ കരയല്ലേ? അനന്ത കരഞ്ഞ ഇതാ അവസ്ഥ. കരഞ്ഞാ വിഷമം വരുവേ. അയ്യോടോ. അതെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ ചേട്ടാ. അല്ല ഇത് എനിക്ക് തോന്നുന്നത് കളയാന്ന് വെച്ചാ ആരോട് ചിലപ്പോ ഇത് അല്ല ഈ എന്താ പറയുന്ന പാരമ്പര്യമായിരിക്കും. അതായിരിക്കും. കുട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലും പേടി പേടി കിട്ടാതെ വേറെ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ശരിക്കും അങ്ങനെ എന്തെങ്കിലും എന്നാ പിന്നെ ചേട്ടന്റെ അച്ഛനോടൊന്ന് വിളിച്ചു ചോദിക്കാം. ചോദിച്ചിട്ടേ അദ്ദേഹം എന്താ പറയുന്നത്, പേടി കിട്ടിയിട്ടുണ്ടോ ഒന്ന് നമ്പരോ അച്ഛന്റെ നമ്പർ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞു. 9 1 1 7 ഈ എപ്പിസോഡ് 3 4 ടൈം 4 6 6 7 7 9 9 തീർന്നില്ലേ? 10 നമ്പറേ ഉള്ളൂ. 0. തീർന്നോ? തീർന്നു. 10 ആയത് ഭാഗ്യം. അല്ല ATM കാർഡിന് സ്പീക്കറിലിടണേ. ഞാൻ സ്പീക്കർ ഇടാം. ഹലോ ഹലോ ഹലോ, ഇത് നമ്മുടെ മനോഹരൻ ചേട്ടൻ്റെ അച്ഛനല്ലേ? ഹലോ. അച്ഛാ, ചേട്ടനും ചേച്ചിയും ഇപ്പൊ ഇവിടെ ഉണ്ട്. ഞാന് മണിക്കുട്ടൻ, പക്രുച്ചേട്ടൻ, ദേവി, അവര് 3 പേരും കൂടെ ചേർത്ത് വിളിക്കുകയാണ് കേട്ടോ. അപ്പോ ചേട്ടന് കുറച്ച് പ്രശ്നം ഉണ്ടെന്നാണല്ലോ ചേച്ചി പറയുന്നേ. ഫാക്ടറിയെ ഇങ്ങനെയാ, പിന്നെ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. പുള്ളി പറഞ്ഞ എന്താന്നറിയോ? കല്യാണം കഴിച്ച് അവിടെ വീട്ടിൽ പോന്നിടം വരെ എന്റെ കുഞ്ഞിന് ഒരു കുരുവും ഇല്ലായിരുന്നു. ഇപ്പൊ അവ എങ്ങനെ വന്നെന്ന് ഈ സംസാരത്തിന് വൈകല്യം. ഇതിപ്പോ വൈകല്യം ആ പറഞ്ഞത് കേട്ടു. ഇത് നമുക്കൊന്നും ചെയ്യാം. ഈ 1 മീറ്ററും തെറ്റിക്കാതെ കറക്റ്റ് മീറ്ററിൽ പോന്ന ഞാന്, എന്നിട്ട് ഞാനാണെന്ന് പുള്ളിയെ തെറ്റിക്കുന്നതെന്ന് ഈ തന്തയ്ക്ക് പറയാൻ കൊള്ളാവുന്നതാണോ? തന്തക്കളവ് എന്റെ മുമ്പിലുണ്ടെങ്കിൽ മോണയ്ക്കൊരു തട്ട് വെച്ച് കൊടുത്തേനെ ഞാൻ. പോട്ടെ. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീറ്റർ തെറ്റി പോകുന്ന ആൾക്കാരെയൊക്കെ നേരെയാക്കുന്ന നമ്മുടെ ഗ്രൂമർമാരില്ലേ, അവരുടെ അടുത്തോട്ട് വിട്ടാലോ? ഇപ്പൊ ഇത്രയെങ്കിലും ഒക്കെ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് വിട്ടിട്ടുള്ളതും കൂടി ഇല്ലാതാക്കാനാണോ? ചേച്ചി വിഷമിക്കണ്ട. നമ്മുടെ ഈ പരിപാടി കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ നിങ്ങളെ സമീപിക്കും. ഇതൊക്കെ ശരിയാക്കാനുള്ള ആരെങ്കിലും ഒക്കെ കാണും. വിഷമിക്കണ്ട. ഈ പുള്ളിയെ കൊണ്ട് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാ 9 മണി മുതൽ 10 മണി വരെ ടിവിയുടെ മുമ്പിൽ, അമൃത ടിവിയുടെ മുമ്പിൽ ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അത് ശരി. അന്നേരമാ ഞാൻ മനസമാനത്തോടൊന്ന് ഇരിക്കുന്നത്. അയ്യോ, പുള്ളിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന്. ഇവിടെ എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ, എന്തെങ്കിലും ഒന്ന് പറയണോന്ന് പുള്ളിക്ക്. സമയമായില്ലേ? ഞങ്ങൾക്ക് വീട്ടിൽ വൈൻഡപ്പ് ചെയ്യണം. അല്ല, നിങ്ങൾക്ക് സമയമില്ലാത്തല്ലേ പ്രശ്നം? പുള്ളി പെട്ടെന്ന് സ്പീഡിൽ വൈൻഡപ്പ് ചെയ്യും. എന്നാ ചേട്ടൻ ആഗ്രഹം നല്ലതാ. ശുഭരാത്രി. ഏതാ?